എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. ചില നാളുകളിലെ ഇടവേളയ്ക്ക് ശേഷം തിരുസന്നിധി എന്നുള്ള നമ്മുടെ പ്രഭാത വചന സന്ദേശം ആരംഭിക്കുകയാണ്. 2025 ആരംഭ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഒരു പ്രവാചക ദൂത്, ദ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ. ഇത് കർത്താവിന്റെ പ്രസാദ വർഷം. ലൂക്കോസിന്റെ സുവിശേഷം 4:19 കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഇത് കർത്താവിന്റെ പ്രസാദ വർഷം 2025, ദ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ. പ്രസാദം എന്നുള്ള മലയാളം പദത്തോട് ചേർന്ന് ഫേവറിന് നമുക്ക് മറ്റു ചില അതേ അർത്ഥമുള്ള ചില പദങ്ങളൂടെ കാണുവാൻ കഴിയും. പ്രീതി, വാത്സല്യം, അനുകമ്പ, ആനുകൂല്യം, കടാക്ഷം, കരുണ, കൃപ, ഇപ്രകാരമുള്ള വാക്കുകൾ അതിനോട് നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർ നമ്മളോട് ഒരു ഫേവറും കാണിച്ചില്ല എന്നുള്ളത് പലപ്പോഴും നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നാം മറ്റുള്ളവരുടെ ആനുകൂല്യത്തിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി, കടാക്ഷത്തിന് വേണ്ടി, വാത്സല്യത്തിന് വേണ്ടിയൊക്കെ നാം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഈ ദൂത് നിങ്ങളെ വ്യത്യസ്തരാക്കും. നാം എപ്പോഴും മനുഷ്യന്റെ പ്രീതി അല്ലെങ്കിൽ മനുഷ്യന്റെ മുഖപ്രസാദം, മനുഷ്യ കരങ്ങളുടെ സഹായങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ദൈവത്തിന് വചനം പറയുന്നു, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നേക്കും സ്ഥിരപ്പെടുത്തും. അതെ, 2025 നാം ഇനിയും കാത്തിരിക്കേണ്ടത് മനുഷ്യകരങ്ങളുടെ ശുശ്രൂഷകളോ സഹായങ്ങളോ അല്ല. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിൽ നാം സമർപ്പിക്കുന്നുവെങ്കിൽ 2025 ദൈവഹിതത്താൽ, ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടത്താൽ നമ്മെ ജയത്തോടെ വഴി നടത്തുന്ന ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. കർത്താവായ യേശുവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമന സമയത്ത് ദൂതന്മാർ ഇങ്ങനെ പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. തീത്തോസ് ലേഖനത്തിലും 3:4 വാക്യത്തിലും നാം ഇങ്ങനെ കാണുന്നു, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യ പ്രീതിയും ഉദിച്ചപ്പോൾ. 2:11 തീത്തോസ് ഇങ്ങനെ നാം കാണുന്നു, സകല മനുഷ്യർക്കും രക്ഷകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ഭൂമിയിലേക്കുള്ള കർത്താവിന്റെ ആഗമന ഉദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നിങ്ങളുടെ മേൽ ധാരാളമായി പകരുന്ന ദൈവപ്രസാദമാണ്. അർഹത നോക്കിയിട്ടല്ല, യോഗ്യതയുടെ അടിസ്ഥാനത്തിലുമല്ല, നിങ്ങളുടെ നീതിപ്രവൃത്തികളാലുമല്ല, അത് ഒരിക്കലും നിങ്ങളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലുമല്ല. നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവപ്രസാദം, ദൈവകരുണ, ദൈവസ്നേഹം, ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ മനസ്സലിവ്, അതാണ് പ്രിയമുള്ളവരെ പാപിയെ നീതീകരിച്ചത്. അതാണ് ശാപഗ്രസ്തമായവനെ അനുഗ്രഹിച്ചത്. അതാണ് മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ട എന്നെ നിങ്ങളെയും നിത്യജീവനിലേക്ക് എത്തിച്ചത്. അതാണ് എന്റെ നിങ്ങളുടെ ജീവിതം മാറെ മധുരമാക്കി തീർത്തത്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ പ്രസാദം. ഈ വർഷം മുഴുവനായി ദൈവത്തിന്റെ പ്രസാദം, ആനുകൂല്യം, അനുകമ്പ, കുറഞ്ഞു പോകാത്ത ആ കരുണ, തീർന്നു പോകാത്ത ആ ദയ അനുഭവിച്ചറിയുവാൻ നമുക്ക് എവർക്ക് വീണ്ടും കർത്താവ് കൃപ നൽകട്ടെ. ഒരിക്കൽ കൂടെ ഈ പുതിയ വർഷം ദൈവത്തിന്റെ പ്രസാദം എല്ലാ മേഖലയിലും അനുഭവിക്കുവാൻ, അവന്റെ ഇഷ്ടത്തിൽ നാം ജീവിക്കുവാൻ, നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവം മാത്രം തിരിച്ചറിയുവാൻ ഒരിക്കൽ കൂടെ നമ്മെ സമർപ്പിക്കാം. ഗോഡ് ബ്ലസ്.